ഇനി എല്ലാ ദുൽഹിജ്ജയുടെ സമയത്തും ഈ ബലി അറുക്കുന്ന സമയം അടുക്കുമ്പോൾ നമ്മൾ കേൾക്കുന്ന ഒരു സംസാരമാണ്, ഈ ഉദഹിയത്ത് അറുക്കുന്നതിന് പകരം ആ പൈസ ആർക്കെങ്കിലും സ്വതക്ക കൊടുത്താൽ പോരെ. എത്രയോ പാവപ്പെട്ട മനുഷ്യന്മാരുണ്ട്, രോഗികളുണ്ട്, കടം കൊണ്ട് ഇടങ്ങറായി നിൽക്കുന്ന ആൾക്കാരുണ്ട്, കുറേ പാവപ്പെട്ട പെൺകുട്ടികളുണ്ട്, കല്യാണം ഒക്കെ പൈസ ഇല്ലാത്തതുകൊണ്ട് നടക്കാത്തത്. അപ്പം അവരൊക്കെ സഹായിക്കുന്നതല്ലേ ഇങ്ങനെ ഉദഹിയത്ത് അറുക്കുന്നതിനേക്കാളും നല്ലത് എന്ന് ചോദിക്കുന്നവരുണ്ട്. ആ നിലപാട് ശരിയല്ല. ഈ ഉദഹിയത്ത് എന്നത് അത് ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങളിൽ ഒന്നാണ്, ഇസ്ലാമിൻ്റെ ഷിആറാണ്. ഇപ്പോൾ ഒരാടിന് ഉദഹിയത്ത് അറുക്കാൻ 15,000 രൂപയാണെന്ന് വിചാരിക്കുക. ആ 15,000 രൂപ ഒരാൾ സ്വതക്കയായിട്ട് കൊടുത്താൽ, ദുൽഹിജ്ജയിൽ ഉദഹിയത്ത് അറുക്കാതെ ഒരു 15,000 രൂപ സ്വതക്കയായിട്ട് കൊടുത്താൽ അത് ഉദഹിയത്തിന് പകരാവില്ല. ഇനി 30,000 രൂപ സ്വതക്ക കൊടുത്താലും അത് ഉദഹിയത്ത് എന്ന ആ ശ്രേഷ്ഠമായ കർമ്മത്തിന് ഒരിക്കലും പകരമാവുകയില്ല. കാരണം ഇത് ഇസ്ലാമിന്റെ ചിഹ്നങ്ങളിൽ ഒന്നാണ്. അള്ളാഹു പറഞ്ഞല്ലോ, വമൻ യുഅദ്ദിം ശആഇറല്ലാഹ് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. ഒരാൾ അള്ളാഹുവിന്റെ ചിഹ്നങ്ങൾ ആദരിക്കുന്നുവെങ്കിൽ, ബഹുമാനിക്കുന്നുവെങ്കിൽ അത് ആ മനുഷ്യന്റെ ഹൃദയത്തിലുള്ള തഖ്വയാണ്. വമൻ യുഅദ്ദിം ഹുറുമാത്തില്ലാഹ് ഫഹുവ ഖൈറുൻ ലഹ്. ആരെങ്കിലും അള്ളാഹു പവിത്രമാക്കിയ വസ്തുക്കളെ ആദരിക്കുന്നുവെങ്കിൽ, അതിൽപ്പെട്ടതാണ് ഉദഹിയത്തൊക്കെ, അതിന് അള്ളാഹുവിൻ്റെ അടുക്കൽ ആ മനുഷ്യന് വലിയ ഗുണമുണ്ട് എന്നാണ് ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തും പാവപ്പെട്ട മനുഷ്യന്മാരുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തും സ്വതക്കക്ക് അർഹരായ ആളുകളുണ്ട്. എന്നാൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉദഹിയത്ത് അറുക്കാതെ സ്വതക്ക കൊടുക്കാനാണോ പറഞ്ഞത്? ഉദഹിയത്ത് അറുക്കുന്നതിനേക്കാളും നല്ലത് സ്വതക്ക കൊടുക്കലായിരുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് എന്താ പറയാ? നിങ്ങൾ സ്വതക്ക കൊടുത്താൽ മതി എന്നാ പറയാ. കാരണം ഏറ്റവും നല്ലതാണ്, ഏറ്റവും ഹൈറായതാണ് ഈ ഉമ്മത്തിന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുക. അത് നബി വിശദീകരിച്ചു തരും. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനത്തെ ഒരു കാര്യം നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉദഹിയത്ത് അറുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ആലോചിച്ചൊക്കെ, എല്ലാവരും ഉദഹിയത്ത് അറുക്കാതെ എല്ലാവരും സ്വതക്ക കൊടുക്കുകയാണെങ്കിലോ ഈ ഒരു ചിഹ്നം, ഇസ്ലാമിന്റെ ഈ ഒരു ഷിആർ അത് നിലനിൽക്കുമോ? അത് നിലനിൽക്കൂല. അപ്പൊ ആ ഷിആർ നിലനിർത്താൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ജീവിപ്പിക്കുവാൻ, അള്ളാഹുവിന് നന്ദി കാണിക്കുവാൻ ദുൽഹിജ്ജ മാസത്തിൽ ഉദഹിയത്ത് അറുക്കുക തന്നെയാണ് നമ്മൾ വേണ്ടത്. ഉദഹിയത്ത് അറുക്കുന്നതിനേക്കാളും നല്ലതല്ല ആ പണം സ്വതക്കയായിട്ട് കൊടുക്കുക എന്ന കാര്യം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക.